കോഴിക്കോട് ഗോവിന്ദപുരത്ത് 2 മാസത്തോളമായി കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴായിട്ടും നടപടിയെടുക്കാതെ വാട്ടർ അതോറിറ്റി. പൈപ്പ് ലൈൻ നന്നാക്കുമ്പോൾ പ്രദേശത്തെ വീടുകളിൽ കുടിവെള്ളം മുടങ്ങുമെന്നും അതുകൊണ്ടാണ് തകരാറ് പരിഹരിക്കാൻ വയ്ക്കുന്നതെന്നും വിചിത്രവാദവുമായി വാട്ടർ അതോറിറ്റി അധികൃതർ. അനഘ ഹർഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നിൽക്കുന്നത് ഈ കോഴിക്കോട് ഭാഷാഭൂഷണി എന്ന് പറയുന്ന വായനശാലയ്ക്ക് സമീപമുള്ള ഗോവിന്ദപുരത്തെ റോട്ടിലാണ്. ഈ റോട്ടിലെ സ്ഥിരമായിട്ടുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് ഈ റോഡിലെ ഇതുവഴി വെള്ളം, അതായത് കുടിവെള്ളം ഈ രീതിയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊന്നോ രണ്ടോ ദിവസമല്ല, 2 മാസത്തോളം ഈ കുടിവെള്ള പൈപ്പ് പൊട്ടി ഈ രീതിയിൽ വെള്ളം ഇങ്ങനെ പാഴായി പോകുന്ന ഒരു കാഴ്ചയാണ്. ഈ പ്രദേശവാസികളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം വാട്ടർ അതോറിറ്റിക്ക് പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഒരു മറുപടിയും ഇതിനുണ്ടായിട്ടില്ല എന്നാണ് ഈ പ്രദേശവാസികളും അതുപോലെ തന്നെ ഇതുവഴി പോകുന്ന നാട്ടുകാരടക്കം പറയുന്നത്. അതുകൊണ്ട് മാത്രമാണ് 2 മാസമാണ് ഈ രീതിയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി ഇത്രമാത്രം വെള്ളം രാവിലെയും രാത്രിയും ഒക്കെ ഇങ്ങനെ ഇടതടവില്ലാതെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. വെള്ളം അത് അമൂല്യമാണ്, ജലം അത് അമൂല്യമാണ് എന്ന് പ്ലക്കാർഡുകളൊക്കെ പറയാറുണ്ട്, സർക്കാർ സംവിധാനങ്ങളും അത് പറയാറുണ്ട്. അങ്ങനെയുള്ള ഇടത്താണ് ഈ രീതിയിൽ വെള്ളം ഇങ്ങനെ ഇടതടവില്ലാതെ കുടിവെള്ളം പൈപ്പ് പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. നമ്മളും കൃത്യമായി തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിക്ക് ഈ വിഷയം വാട്ടർ അതോറിറ്റിയോട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർ നമുക്ക് നൽകിയ വിശദീകരണം അതാണ് ഏറ്റവും വിചിത്രമായി തോന്നുന്നത്. ഏതെങ്കിലും രീതിയിൽ ഈ പൈപ്പ് ഇവിടെ നിന്ന് ശരിയാക്കുകയാണെങ്കിൽ മറ്റീ പ്രദേശത്തേക്കുള്ള കുടിവെള്ളം മുടങ്ങും. അതുകൊണ്ടാണ് ഇത്ര സാവകാശം എടുക്കുന്നത് ഈ പൈപ്പ് നന്നാക്കാൻ എന്നാണ് പറയുന്നത്. അതായത് ഈ കുടിവെള്ളം മുടങ്ങും, മറ്റുള്ളവരുടെ കുടിവെള്ളം മുടങ്ങും. ഈ പൈപ്പ് നന്നാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ പൈപ്പിലൂടെയുള്ള വെള്ളം വരുന്നതൊക്കെ തടസ്സപ്പെടുത്തേണ്ടി വരും. അപ്പോൾ മറ്റുള്ളവർക്ക് കുടിവെള്ളം മുടങ്ങും എന്നാണ് ഈ വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നത്. എന്നായാലും ഈ പൈപ്പ് നന്നാക്കേണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ കുടിവെള്ളം ചിലർക്കൊക്കെ മുടങ്ങും. പക്ഷേ ഈ രീതിയിൽ 2 മാസത്തോളം ഈ രീതിയിൽ വെള്ളം ഇങ്ങനെ പാഴായി പോകുന്ന ഒരു കാഴ്ച, അപ്പോൾ പോലും അവർക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ്സോടെ ഈ കാര്യത്തിൽ ഇടപെടാൻ വാട്ടർ അതോറിറ്റി തയ്യാറാകുന്നില്ല എന്നതാണ് വാസ്തവം. ക്യാമറമാൻ പ്രശോഭിനൊപ്പം അനഘ ഹർഷൻ, ജനം.